സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കുട്ടനല്ലൂർ ഹെലിപ്പാഡിലിറങ്ങി. സ്വരാജ് റൌണ്ട് മുതൽ 1.5 കിലോമീറ്റർ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുകയാണ് പാലക്കാട് നിന്ന്. നിഖിൽ, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഞാനിപ്പോൾ കുട്ടനല്ലൂർ കോളേജ് ഗ്രൗണ്ടിന് സമീപത്താണുള്ളത്. അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രിയെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ കാണാം, ഈ പാതയുടെ ഇരുവശങ്ങളിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ ഇവിടേക്ക് കടന്നു വരുന്നു. അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പല മേഖലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 4 ലക്ഷത്തോളം പേർ ഈ റാലിയിൽ പങ്കെടുക്കും. റാലിയോടൊപ്പം തന്നെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും എന്നറിയിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായി ഉണ്ട് എന്ന് തന്നെയാണ് BJP നേതാക്കളെല്ലാം തന്നെ അവകാശപ്പെടുന്നത്. സമസ്ത മേഖലകളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ള ഈ കോളേജ് ഗ്രൗണ്ടിന് മുൻവശത്തെ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെയുള്ള ആളുകളെ മാത്രമേ, അതായത് ഇരു ഭാഗങ്ങളിലുമുള്ള ആളുകളെ മാത്രമേ ഇവിടേക്ക് അനുവദിച്ചിട്ടുള്ളൂ. എന്നിരിക്കെ പോലും ഇവിടെ ഇരുഭാഗത്തും ആളുകൾ എത്തി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല മേഖലകളിൽ നിന്ന് പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളാണുള്ളത്. ജില്ലാ കളക്ടർ, കേന്ദ്രമന്ത്രി V. മുരളീധരൻ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി. അതിനുശേഷം ഇവിടെ നിന്ന് റോഡ് മാർഗം അദ്ദേഹം ഈ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് പോകും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ, അദ്ദേഹത്തിന് പോകുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അതെല്ലാം തന്നെ ഇതിനോടകം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ശക്തന്റെ തട്ടകത്തിലേക്ക് എത്തിച്ചേരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഔദ്യോഗിക തലത്തിൽ തന്നെ ആരംഭിക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശ്ശൂരിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു റോഡ് ഷോയോടൊപ്പം തന്നെ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയും നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇതാ ശക്തന്റെ തട്ടകത്തിലേക്ക് എത്തുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ രാവിലെ മുതൽ തന്നെ നമുക്കറിയാം. ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ. ഇപ്പോൾ ഈ പാതയിലൂടെ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി. ഇതാ പ്രധാനമന്ത്രി ശക്തന്റെ തട്ടകത്തിലേക്ക് അദ്ദേഹം കാലുകുത്തുന്നു. വലിയൊരു ജനസഞ്ചയം തന്നെ അദ്ദേഹത്തെ കാത്ത് ഈ പരിപാടി നടക്കുന്ന, റോഡ് ഷോ നടക്കുന്ന ഇടത്തും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനം നടക്കുന്ന ഇടത്തും കാത്തു നിൽപ്പുണ്ട്. ഇപ്പോൾ ഞാനുള്ള ഈ കോളേജ് ഗ്രൗണ്ടിന് മുൻവശത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടേക്ക് ആരെയും തന്നെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഇവിടെ വീടുകളിലും മറ്റുമുള്ള ആളുകൾ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. എന്നിട്ട് പോലും നമുക്ക് കാണാൻ കഴിയുന്നു ഇരുവശങ്ങളിലുമായി ആളുകൾ കാത്തു നിൽക്കുന്നു. പ്രായമായ ആളുകളും കുട്ടികളും എല്ലാം തന്നെ കാത്തുനിന്ന് പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് ഈ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയതിന് ശേഷം റോഡ് ഷോയ്ക്കാണ് അദ്ദേഹം പോവുക. 3:15 നേരത്തെ ഈ പദ്ധതി തേക്കിൻകാട് മൈതാനത്തെ നായ്ക്കനാലിന് സമീപത്തെ മഹിളാ സമ്മേളന വേദിയിലേക്ക് മോദി എത്തുക എന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ സമയത്തിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം നിലവിലത്തെ സാഹചര്യത്തിലുണ്ട്. റോഡ് ഷോയ്ക്കായി ജനറൽ ആശുപത്രിക്ക് സമീപത്തേക്കാണ് അദ്ദേഹം ആദ്യം എത്തുക. അവിടെ BJP നേതാക്കൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. ഇതിനുശേഷം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ നായ്ക്കനാലിന് സമീപമുള്ള വേദിയിലേക്ക് എത്തുമ്പോഴും സംസ്ഥാന നേതാക്കൾ ഒപ്പമുണ്ടാകും. 16 പേരാണ് വേദിയിലുണ്ടാകുക. വേദിക്കും ചില സവിശേഷതകളുണ്ട് കൃഷ്ണ. കാരണം K. സുരേന്ദ്രനും സുരേഷ് ഗോപിയും അല്ലാതെ മറ്റൊരു പുരുഷ നേതാവും ഈ യോഗത്തിൽ പ്രധാന വേദിയിൽ ഉണ്ടാവില്ല. മുഴുവൻ സ്ത്രീ സാന്നിധ്യമായിരിക്കും വേദിയിൽ ഉണ്ടാവുക എന്നാണ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ ശോഭന അടക്കമുള്ള, PT ഉഷ അടക്കമുള്ള, ഉമാ പ്രേമൻ, മിന്നു മണി, ബീന കണ്ണൻ തുടങ്ങിയ പ്രമുഖർ വേദിയിലുണ്ടാകും. വനിതാ സാന്നിധ്യങ്ങൾ വേദിയിലുണ്ടാകും. എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി കുട്ടനല്ലൂരിലെ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇരുഭാഗങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. സ്ത്രീകളും കുട്ടികളും ഒക്കെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കുട്ടനല്ലൂരിലുള്ള ഈ ഗ്രൗണ്ടിൽ നിന്ന് വളരെ വേഗത്തിൽ ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ഈ റാലി നടക്കുന്ന ഇടത്തേക്ക് എത്തും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. വഴിയിൽ എവിടെയും ഒരു തരത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഹെലികോപ്റ്റർ അല്പസമയത്തിനകം ഈ കുട്ടനല്ലൂർ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ നിലം തൊടും. അതിനുശേഷം വളരെ വേഗത്തിൽ അദ്ദേഹം ഇരുഭാഗങ്ങളിലും കാത്തിരിക്കുന്ന ആളുകളെ അഭിവാദ്യം ചെയ്ത് ഇതിലൂടെ കടന്നു പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ഇതിനോടകം തന്നെ നേതാക്കളും അണികളും അടക്കം സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരുക്കം. എന്തായാലും പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇപ്പോൾ ഇതിനോടകം തന്നെ കുട്ടനല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ഇവിടെ നിന്ന് കടന്നുപോകും. കൃഷ്ണ, ശരി. കുട്ടനല്ലൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ പ്രമേശ്.